ഹാപ്പിനെസ് ഒക്കെ പോയോ? എല്ലാവരും ഭയങ്കര സാഡ് ആയല്ലോ. അഞ്ച് സുന്ദരികളിപ്പോ 4 സുന്ദരികളായോ? ഒരു സുന്ദരി പെട്ടെന്ന് വാനിഷ് ആയോ? ഓ, അവളൊരു മജീഷ്യനാണല്ലേ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് വാനിഷ് ആയത്. പോയവളിന് തിരിച്ചു വരുന്ന കാര്യം സംശയമാണ്. അവളുടെ അമ്മയ്ക്ക് നിങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര അഭിപ്രായമാണല്ലോ. അതുകൊണ്ടേ അനന്യ ഇനി തിരിച്ചു വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. നിങ്ങളോട് ഇപ്പൊ സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങള് വേറെ മൂഡില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യം ചെയ്യരുത്. കഷ്ടം, 4 പേർക്കും ഭയങ്കര കരച്ചിൽ വരുവാണല്ലോടി. ഞങ്ങൾ ഒരാള് പോകുമ്പോ ഞങ്ങളുടെ മനസ്സ് കരയും. അതിന് നിനക്കെന്താടി? എങ്കി പിന്നെ നിങ്ങൾ എന്നും കരഞ്ഞോണ്ടിരിക്കെ. 5 കൈകളിൽ ഒരു കൈ ആരോ വെട്ടിയെടുത്തോണ്ട് പോയില്ലേ? ഇനി അത് തുന്നിച്ചേർക്കാൻ കൊറേ പാടുപെടേണ്ടി വരും. കാര്യം എന്താണെന്നറിയോ? അനന്യയുടെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവർക്കറിയാം നിങ്ങൾക്കൊപ്പം നടന്ന അവരുടെ മോള് വഴി തെറ്റുമെന്ന്. അതുകൊണ്ടാ അവരനന്യെ കൊണ്ടുപോയത്. അവളെ അമ്മ കൊണ്ടുപോയതേ ഞങ്ങൾക്ക് ആദ്യത്തെ സംഭവമല്ല. നിനക്കൊക്കെ ഇത് മഹാസംഭവമായിരിക്കും. ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടതാ. എന്തായാലും 5 സുന്ദരികൾ 4 സുന്ദരികളായി. ഇനി ഇക്കൂട്ടത്തിൽ അടുത്ത സുന്ദരി എപ്പോഴാണാവോ വാനിഷ് ആവുന്നത്? ഒന്ന് നിർത്തോ? നീ കുറെ നേരമായി പറയുന്നില്ലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ വന്നേ. നിക്ക് ഇതുകൂടി കേട്ടിട്ട് പോവോ? 5 സുന്ദരികൾ എന്ന ഗ്യാങ്ങേ ഇനി ഇവിടെ ഉണ്ടാവില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. അനന്യ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അതിനുള്ള മരുന്നുകളെല്ലാം അവളുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഇനി 3 ആവും, പിന്നെ 2 ആവും, ഒടുവില് നീ മാത്രമാവും. നിങ്ങൾ 5 പേരും 5 വഴിക്ക് പിരിഞ്ഞു പോവും. പിരിഞ്ഞു പോവുകയല്ല, പിരിച്ചു വിടും ഈ അലീന ഫെർണാണ്ടസ്. തകർന്നിരിക്കടി ഞങ്ങള്. കൂടുതൽ പറഞ്ഞ് തകർത്ത് കളയും നിന്നെ. എന്റെ മുഖത്തിടിച്ചിട്ടേ അവളങ്ങനെ പോവില്ല. അവളെ ഞാൻ ശരിപ്പെടുത്തും. വേണ്ട, വിടടി. അവളെ ഞാൻ വിടില്ല. തിരിച്ചടിക്കും ഞാൻ. തിരിച്ചടിക്കാതെ ഞാൻ ഉറങ്ങില്ല. വിടടി. അലീന, ഇപ്പൊ നീ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. എന്നെ ഇടിച്ചിട്ട് പോയവളെ വെറുതെ വിടാനോ? വിടടി. റീന മറിഞ്ഞ പ്രശ്നമാവും. പ്രതികാരം ചെയ്യാൻ വേറെ വഴി നോക്കാം. നീ ഒന്ന് അടങ്ങ് തൽക്കാലത്തേക്ക്. നിങ്ങള് വാതിലടയ്ക്കാൻ മറന്നു. അല്ല, അനു പോയോ? അവളെ യാത്രയാക്കാൻ എനിക്കും വരണമെന്നുണ്ടായിരുന്നു. ഞാൻ വരാതിരുന്നുകൊണ്ട് അനുവിന് എന്നോട് പിണക്കുണ്ടാവോ? വൃന്ദ, നിങ്ങളാരെന്തോന്നും മിണ്ടാത്തെ? മുൻപിങ്ങനെ ആയിരുന്നില്ലല്ലോ. എപ്പോഴും കളിയും ചിരിയും ചെറിയ വഴക്കൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോ ഈ മുറി ഒരു മരണവീട് പോലെയായി. ഞങ്ങളുടെ സന്തോഷം പോയടാ ആരവേ. ഇനി എന്റെ കൂടെ വഴക്കിടാൻ ആരുമില്ല.